Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. Good afternoon. Okay. നമ്മള് prayer പറഞ്ഞോട്ടോ. Okay, ma'am. ഞാനാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. മാം സൈൻ ഇൻ പറയട്ടെ. അയ്യോ, പറഞ്ഞോടാ കേൾക്കാം. ആ സോങ് ആണ് മാം. പാടട്ടെ? പറഞ്ഞോട്ടോ. പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുട്ടേ, പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുട്ടേ, പൊന്നേ പൂങ്കരളെ ഉച്ചയ്ക്കോ നീ എന്റെ കൊച്ചു വാക്കിൽ നോക്ക് പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുട്ടേ, പൊന്നേ പൂങ്കരളെ തീയെന്നും തീയെന്നും പാടുന്ന പാടത്ത് നീയൊന്ന് പാടഴകേ, കൊയ്യുന്ന കൊയ്ത്തിരി വാളിനു കേക്കിളി പെയ്യുന്ന പാട്ടുപാട്. പച്ചപ്പാനന്ദത്തെ ആഹാ ആ ആ. നീലച്ചമാനം ധരിച്ചു നിന്നിയ പൊന്നിക്കതിർക്കുല കൊത്തിയെടുത്തു നീ പൊന്നിപ്പരന്നാളോ. അക്കാടും മാമല വെട്ടി വയലാക്കി ആരി എന്നെ എറിഞ്ഞേ. അത്താഴിയം ന്റെ ഈണമാണെങ്കിലേ പച്ചപ്പാനന്ദത്തെ പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുട്ടേ, പൊന്നിലിൻ പൂങ്കരളേ ഉച്ചയ്ക്കോ നീ എന്റെ കൊച്ചു വാഴത്തോപ്പിൽ പച്ചപ്പാനന്ദത്തെ പൊന്നാരപ്പൂമുട്ടേ, പൊന്നിലിൻ
എന്നായിരുന്നു ശരണ്യ? തോട്ട് ഓഫ് ദി ഡേ തോട്ട് ഓഫ് ദി ഡേ ഞാനാണ് മാം. പറഞ്ഞോടാ. Learning gives creativity. Creativity leads to thinking. Thinking provides knowledge, and knowledge makes you great. Sir APJ Abdul Kalam. Which means when you learn new things, your mind becomes creative. Creativity helps you think better, and good thinking gives you knowledge. That knowledge helps you grow, improve, and achieve greatness in life. Thank you, ma'am. ഓക്കെ, നമ്മള് ചൈൽഡ് വെൽഫെയർ വരെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയത്. മിസ് ബട്ടൺ ഫ്രെയിം അങ്ങനെയുള്ള 5 ഫ്രെയിമുകള് മിസ് കഴിഞ്ഞ ക്ലാസ്സിലാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നില്ല മിസ്, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എന്തോ തകരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ആഴ്ച കാണിക്കട്ടെ മിസ് എല്ലാരും? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം, ടൈം തരാം. ഓക്കെ മിസ്. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? Food ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? യെസ് മിസ്. ഇൻട്രൊഡക്ഷണൽ മിസ് പറഞ്ഞത്. ഞാൻ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ ക്ലാസ് എൻഡിങ്ങിൽ നമുക്ക് ടൈം തരാം കേട്ടോ, കാരണം പോർഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുണ്ട് ഏകദേശം, അതുകൊണ്ടാണ്. മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു, ചൈൽഡ് വെൽഫെയറിന്റെ മോക്ക് ടെസ്റ്റ്. ആണോ? 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, 1 മിനിറ്റ്. MT15 അല്ലേ? MT15 ബാച്ച് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കട്ടെ. മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കിട്ടും കേട്ടോ. നമ്മുടെ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നോക്കാം. ഒരു പറഞ്ഞു നിർത്തി. സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ആണ് എടുക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞിട്ടില്ലായിരുന്നു, ഫസ്റ്റ് പാരഗ്രാഫേ പറഞ്ഞിട്ടുള്ളൂ. മെറ്റബോളിസം വരെ പറഞ്ഞു നിർത്തിയാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. ഞാൻ കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ആവാം കേട്ടോ. അപ്പൊ നമ്മള് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്നാണ് നമ്മളുടെ യൂണിറ്റ് 3യുടെ പേര്. നമ്മള് ഒരു കുട്ടിക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഗവൺമെന്റും അതേപോലെ തന്നെ പാരന്റ്സും ആണ് അതിന്റെ കൂടുതലായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. അത് കറക്റ്റ് ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കുട്ടികൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനർജി സപ്ലയേഴ്സ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. ജസ്റ്റ് നമ്മൾ പറയുമ്പോൾ എനർജി ഗീവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്, അങ്ങനെ 3 പേരുകളാണ് സാധാരണയായിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് എനർജി ഗീവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? അതെ മാം. നമ്മളത് എനർജി സപ്ലയേഴ്സ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാ പറയുന്നത്. The energy giving food provide the body with the nutrients that help you to stay active, energized throughout the day. നമ്മൾ ഒരു ദിവസം മുഴുവനും നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര എനർജിയാണ് എനർജി ഗിവിംഗ് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. These nutrients include carbohydrate, മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്, vitamins, proteins ഒക്കെയാണ് എനർജി ഗിവിംഗ് ഫുഡ്. The body use the energy for many function. നമുക്ക് നമ്മുടെ ബോഡി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് മെയിൻറ്റെയിനിങ് മെറ്റബോളിസം, അതിലാണ് നമ്മൾ മെറ്റബോളിസം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പെർഫോമിങ് ഫിസിക്കൽ ടാസ്ക്, നമുക്ക് ഫിസിക്കൽ ആയിട്ട് ചെയ്യേണ്ട ടാസ്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്
റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാൻ. മെയിൻറ്റെയിനിങ് ബ്രീത്തിങ്, റെഗുലേറ്റിംഗ് ഹാർട്ട് ബീറ്റ്. ഇതിനെല്ലാത്തിനും നമുക്ക് എന്താണ് ഈ എനർജി ഗീവിംഗ് ഫുഡുകൾ ആവശ്യമാണ്. സോ എനർജി ഗീവിംഗ് ഫുഡ് നമുക്ക് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷനിങ്ങിന് ആവശ്യമാണ്. മെയിൻ ആയിട്ടുള്ള എനർജി ഗീവിംഗ് ഫുഡ്സിൽ വരുന്ന മെയിൻ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് പേര് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ്. മെയിൻ ആയിട്ട് ബോഡി ബിൽഡിംഗ് ഫുഡ് ആർ ദ ഫുഡ് ദാറ്റ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡുകളെയാണ് നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത്. which is a macronutrients that helps the body grow and repair cells. അപ്പൊ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ് നമ്മുടെ ബോഡീസിന് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും ഗ്രോ ചെയ്യാനും നമ്മുടെ സെൽസും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നതും ആരാണ്? ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആണ് വരുന്നത്. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി വേണ്ടത്, നമുക്ക് ഒരു വ്യക്തിയെ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ഇമ്മ്യൂണിറ്റി, അല്ലെ? ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. ദ പ്രൊട്ടക്റ്റീവ് ഫുഡ് ആർ ദ ഫുഡ് ദാറ്റ് കണ്ടെയ്ൻസ് highly quality പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് വരുന്നുണ്ട്. പ്രോട്ടീൻ വേണം, മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. ഇതിന്റെയൊക്കെ കുറവ് കൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരില്ലേ? വൈറ്റമിൻ കെയുടെ കുറവ് കൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരുന്നു. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരും, അല്ലെ? ഡിസീസ് വരും. ആൻഡ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഡെഫിഷ്യൻസി ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻസ്. നമുക്ക് ഇൻഫെക്ഷൻസോ ഡെഫിഷ്യൻസി ഡിസീസോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഫുഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റീവ് ഫുഡ് ഹെൽപ്സ് ബിൽഡ് ഹെൽത്തി സെൽസ് ആൻഡ് ടിഷ്യൂസ്. നമ്മളെ പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ സെൽസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനും ടിഷ്യൂസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രെങ്തനിങ് ദ ബോൺസ്, നമ്മുടെ ബോൺസ്, മസിൽസ്, ടീത്ത്, ഇതിന്റെയൊക്കെ ആരോഗ്യത്തിന് എന്താവശ്യമാണ്? ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് നമുക്ക് വേണം. ദേ ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ ദ ബോഡി കമ്പാക്ട് വിത്ത് ഇൻഫെക്ഷൻ. നമുക്ക് ഇൻഫെക്ഷൻസോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ അതായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഫുഡ്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. എനർജി ഗീവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഞാൻ പഠിച്ചത് ആ രീതിയിലാണ് എനർജി ഗീവിംഗ് ഫുഡ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത് കേട്ടോ. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിലും ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെ. എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും അത് ആ ഒരു വേർഡ് വരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ ടെസ്റ്റിൽ തന്നെ നോക്കാം കേട്ടോ. നമുക്ക് ടെസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എനർജി സപ്ലൈസ്. എനർജി സപ്ലൈസ് ഫോം എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്. വീറ്റ്, മാസി, സ്ട്രാച്ചി വെജിറ്റബിൾസ്, പൾസ്, ഷുഗർ, കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ എക്സെട്ര. അപ്പൊ എനർജി ഗീവിംഗ് ഫുഡ്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞത്. ദോസ് ഫുഡ്സ് സപ്ലൈ എനർജി ടു ദ ബോഡി ആൻഡ് കീപ് ഇറ്റ് വാം ആൻഡ് ആക്റ്റീവ്. നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് എനർജി ഗീവിംഗ് ഫുഡ് ആണ്. നമ്മുടെ ബോഡി നല്ല വാം ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ എനർജി ഗീവിംഗ് ഫുഡ് ആണ്. ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, പ്രോട്ടീൻസ് അല്ലെ? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. These types of food contains nutrients which are required to make the body and replace worn out issues. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ സെൽസിൽ വരുന്ന ഡാമേജും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആണ്. എക്സാമ്പിൾ മീറ്റ്, ഫിഷ്, മിൽക്ക്. അത് ഫാറ്റ്സ് അല്ല കേട്ടോ, FAC ഫാറ്റ് അതല്ല സ്പെല്ലിങ്, FAT ആണ് ഫാറ്റ്. FAT എന്നാക്കോ ഇത്? ആക്കാൻ പറ്റുമോ? ആക്കി മിസ്. Okay. Fat products, dried beans, peas, nuts, cereals, etc. belongs to this category. ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സിൽ മെയിൻ ആയിട്ട് വരുന്നത്.
Then protective food ആണ്. The protective food stuff contains protective essential substance. നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള essential substance ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡിലുള്ളത്. Vegetables, fresh fruits, green leaves, fish, milk, egg, etc. includes protective essence. മെയിൻ ആയിട്ട് നമുക്ക് വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, പിന്നെ ഇലക്കറികള്, ഫിഷ്, മിൽക്ക് ഒക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? പ്രൊട്ടക്റ്റീവ് ഫുഡിന് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം മെയിൻ ആയിട്ട് പ്രൊട്ടക്റ്റീവ് ഫുഡിന് ആവശ്യമാണ്. നമ്മൾക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഡെഫിഷ്യൻസി ഡിസീസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഏതെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി ആ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പൽസറി ആയിട്ട് ഏത് ഫുഡ് ആവശ്യമാണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ് ആവശ്യമാണ് അല്ലെ? ഈ 3 ഫുഡ്സിനെ കുറിച്ചൊന്ന് വായിക്കോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. എല്ലാരും വായിച്ചു നോക്കിയോ? വായിച്ചു മാം. എല്ലാവരും ക്ലിയർ ആണോ? അപ്പൊ നമ്മള് കമ്പോണൻസ് ഓഫ് ഫുഡ് ആണ്. ഫുഡിൽ എന്തെല്ലാം ഘടകങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്? ഞാനിപ്പോ 2-3 പേരുകൾ പറഞ്ഞു അല്ലേ? പ്രോട്ടീൻ പറഞ്ഞു, ഫാറ്റ് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, വിറ്റാമിൻസ് ഓർ വൈറ്റമിൻസ് പറഞ്ഞു, മിനറൽസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസ് ഞാനിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഫുഡില് മെയിൻ ആയിട്ട് ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻ ആണ് കേട്ടോ. ഞാൻ ഏതൊരു ടൈപ്പ് ഓഫ് ഫുഡിൽ പറഞ്ഞു പ്രോട്ടീൻ ഇന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് എന്ന്. ഏതായിരുന്നു അത്? ബോഡി ബിൽഡിംഗ് ഫുഡ്. Okay. The proteins are also known as body building food. Proteins ആണ് നമ്മുടെ body building foods. Most part of our body like muscles, nail, hair are made up of protein. നമ്മുടെ ഹെയർ, നെയിൽ, അതേപോലെ നമ്മുടെ മസിൽസിന്റെ ഒക്കെ പാർട്സ് എന്തുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്? പ്രോട്ടീൻ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. സോ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ ആർ നെസസറി ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും റിപ്പയറിനും നെസസറി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ് പ്രോട്ടീൻ. ഫുഡ് കണ്ടെയ്ൻ പ്രോട്ടീൻ ആർ ഓൾസോ നോൺ ആസ് ബോഡി ബിൽഡിംഗ് ഫുഡ്. നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളെയാണ് നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത്. സോയാബീൻ, ബീൻസ്, ഗ്രീൻ പീസ്, സ്പിനാച്ച്, മഷ്റൂം, ബ്രോക്കോളി, പിന്നെ സ്വീറ്റ് കോൺ, ഇതിലൊക്കെ എന്താണ് കൂടുതലായിട്ട് പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്നത് അല്ലെ? നമുക്ക് പ്രോട്ടീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ? പ്രോട്ടീനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും. അനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ്, ഫിഷ്, സീ ഫുഡ്സ്, മീറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിനെയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബീൻസ്, സോയാബീൻ, സ്വീറ്റ് കോൺ, ബ്രോക്കോളി, ഗ്രീൻ പീസ്, സ്പിനാച്ച്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ ആണ് ഏത്? വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ നോൺ വെജിറ്റേറിയൻസിന് ചില സമയത്ത് ഈ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസുകൾ വരാറുണ്ട്. കേട്ടിട്ടുണ്ടോ? പ്രോട്ടീൻ കുറച്ച് ഡെഫിഷ്യൻസി ഡിസീസ് വരാറുണ്ട്. അപ്പൊ അവർക്ക് നോൺ കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവരോട് എന്ത് പറയും? ഈ വെജിറ്റബിൾ പ്രോട്ടീൻസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ പറയും. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വെജിറ്റബിൾ പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കാൻ പറയും. പ്രോട്ടീന്റെ ആ ഒരു ഡെഫിഷ്യൻസി അവർക്ക് വരില്ല. മനസ്സിലായോ?
നമുക്ക് പ്രോട്ടീൻ ഡിസ്കസ് ചെയ്യാം. പ്രോട്ടീൻ ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് ഏറ്റവും നെസസറി ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് പ്രോട്ടീൻ. ദേ കണ്ടെയ്ൻസ് കാർബൺ. അതെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മാർക്ക് ചെയ്യാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. മെയിൻ ആയിട്ട് ഈ 4 ഫാക്ടേഴ്സ് ആണ് പ്രോട്ടീനിലുള്ളത്. പ്രോട്ടീൻസ് ആർ 2 types. മെയിൻ ആയിട്ട് പ്രോട്ടീൻസ് 2 ടൈപ്പാണ് ഉള്ളത്, അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീൻസും. ഇതൊക്കെയാണ് അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീൻ. അപ്പോൾ രണ്ടും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അനിമൽ പ്രോട്ടീൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എഗ്, ഫിഷ്, സീ ഫുഡ്, മീറ്റ്സ്, ഡയറി ഫുഡ്സ്. ഡയറി ഫുഡ്സിൽ എന്തൊക്കെ വരും? മിൽക്ക്, ചീസ് ഒക്കെ വരും കേട്ടോ. വെജിറ്റബിൾ പ്രോട്ടീനിലാണോ? ബീൻസ്, സോയാബീൻ, ഗ്രീൻ പീസ്, സ്പിനാച്ച്, മഷ്റൂംസ്, ബ്രോക്കോളി, സ്വീറ്റ് കോൺസ് ഒക്കെ വരുന്നത്. നോട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിൽ തന്നെ നോട്ട് ചെയ്ത് പോയാൽ മതി. പ്രോട്ടീൻ ആർ റിക്വയർഡ് ഫോർ. എന്തിനാണ് പ്രോട്ടീൻ ആവശ്യം? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സെൽസ്. നമ്മുടെ സെൽസിന്റെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടറാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. ദ റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ ഉദ്ദേശിക്കുന്നത് സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സെൽ മൾട്ടിപ്ലൈ ചെയ്താലേ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ, നമ്മൾ വലുതാവണ്ടേ. അതിന് എന്ത് വേണം? പ്രോട്ടീൻ വേണം. ദ ഫോർമേഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസിന്റെ ഒക്കെ ഫോർമേഷനും ചില പ്രോട്ടീൻസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ എനർജി പ്രൊഡക്ഷനും എന്താണ്? പ്രോട്ടീന് നിർബന്ധമാണ്. And they help us to repair and replacing body cells and tissue. നമ്മുടെ ബോഡി സെൽസും ടിഷ്യൂസും റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടൊരു ഘടകം കൂടിയാണ് എന്ത്? പ്രോട്ടീൻ. ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കാവോ? ഞാൻ പറയട്ടെ. പ്രോട്ടീൻ റിക്വയർമെന്റ്സിൽ they help us in repairing and replacing body cells and tissues. They help us in repairing and replacing body cells and tissue. Okay no? Okay, miss. Okay. ഒന്ന് റീഡ് ചെയ്ത് നോക്കാവോ പ്രോട്ടീൻ? വേഗം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്തോ? ഇനി ഫാറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാറ്റ്സ് ആർ ദ ന്യൂട്രിയൻസ് ഇൻ ദ ഫുഡ് ദാറ്റ് ആർ ദ മേജർ സോഴ്സ് ഓഫ് എനർജി ഫോർ ഹ്യൂമൻ. ഈ ഫാറ്റ്സ് ആണ് നമ്മളുടെ ബോഡിക്ക് വേണ്ട എനർജി കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ എ കീ കമ്പോണന്റ് ഓഫ് മെനി ഫുഡ് ഇൻക്ലൂഡിങ് മിൽക്ക്, ബട്ടർ, കുക്കിംഗ് ഓയിൽ, മീറ്റ്. ഇതിലൊക്കെ എന്തുണ്ട്? ഫാറ്റ്സ് ഇൻക്ലൂഡിംഗ് ആണ്. നമുക്ക് 2 types ഓഫ് ഫാറ്റ്സ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് അൺഹെൽത്തി ആണ്. അൺഹെൽത്തി എന്ന് വെച്ചാൽ ഓവറായിട്ട് കൺസ്യൂം ചെയ്ത ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസുഖങ്ങൾ വരും. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആർ അൺഹെൽത്തി ഫാറ്റ്സ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ animal product like fatty cuts of meat. പിന്നെ ഡയറി പ്രൊഡക്റ്റിലൊക്കെ കൂടുതലായിട്ട് എന്തുണ്ട്? ഈ ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇല്ലേ, കോക്കനട്ട് ഓയിലും എന്തുണ്ട്? ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിട്ടുണ്ട്. ഈ നമ്മൾക്കറിയാം അല്ലെ, കേരളത്തിൽ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് എങ്ങനെയാണ്? കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. കാരണം എന്താണ്? നമ്മള് പ്രത്യേകിച്ച് മലയാളികൾ
നമുക്ക് വെളിച്ചെണ്ണനെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കുക്ക് ചെയ്യാണ്, എന്ത് ചെയ്താലും ഇപ്പൊ ജസ്റ്റ് ഒരു ദോശ പ്രിപ്പയർ ചെയ്താൽ പോലും അതിലും നമ്മൾ എന്ത് ചെയ്യും, വെളിച്ചെണ്ണ യൂസ് ചെയ്യും അല്ലെ? ചെയ്യാറില്ലേ? എന്നാ ശ്രദ്ധിച്ചോ, എണ്ണ ഇത്തിരി വില്ലനാണ് കേട്ടോ. കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. വെളിച്ചെണ്ണയുടെ യൂസേജ് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോഴും സാമ്പത്തികം റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോഴും വെളിച്ചെണ്ണ കുറച്ച് കൺട്രോൾ ചെയ്യണ്ടേ? അതും പറഞ്ഞ് സാധാരണ ഓയില്, അങ്ങനത്തെ ഓയിലുകളൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ നല്ല സൺഫ്ലവർ ഓയിൽസ് യൂസ് ചെയ്യണം കേട്ടോ. സൺഫ്ലവർ ഓയില് ആണോ? നല്ല കാര്യമാണ് സൺഫ്ലവർ ഓയില്. ജസ്റ്റ് എന്റെ വീട്ടില് ഞാൻ കർണാടകത്തിൽ നിന്നാണ് വന്നതേ. അപ്പൊ അവിടെ ഉണ്ടല്ലോ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഇതേപോലെ സൺഫ്ലവർ ഓയില്, സൺറിച്ച്, ഗോൾഡ് വിന്നർ അങ്ങനത്തെ ഇതിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. ഗോൾഡ് റിച്ചിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഗോൾഡ് വിന്നർ അത് നമ്മൾ ഉണ്ടാക്കലില്ല. അല്ല, അവിടുത്തെ ആൾക്കാർ പൊതുവെ ഉണ്ടാക്കുന്ന പക്ഷെ നമ്മൾ കുറവാണ്. അതെ അതെ, അവിടെ വെളിച്ചെണ്ണ ഫുഡിന് ഉപയോഗിക്കാറേ ഇല്ല, മുടിക്ക് മാത്രം. മലയാളികളുടെ പ്രശ്നമാണ്. നമുക്ക് ഈ കോക്കനട്ട് സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടില് എല്ലാത്തിനും എന്താണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വീട്ടില് 1 kg വെളിച്ചെണ്ണ ഒരാഴ്ച കൊണ്ട് തീർക്കും ആയിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് നല്ല രീതിയിൽ റേറ്റ് കൂടിയ സമയത്ത് പോലും വെളിച്ചെണ്ണയിലെ അമ്മ എന്തും കുക്ക് ചെയ്യുള്ളൂ. ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ നമുക്ക് മാറ്റി കുക്ക് ചെയ്യാം. ഞാൻ ആലോചിക്കുമ്പോൾ ഫിനാൻഷ്യൽ ആണ് കേട്ടോ. ഓയില് നല്ലതാണെന്നുള്ള രീതിയിൽ ഞാൻ പറയും, അമ്മേ ഓയില് നമുക്ക് കുക്ക് ചെയ്താലോ, അതല്ലേ നല്ലത് എന്നൊക്കെ സംസാരിച്ചാലും അത് ഹെൽത്തിന് നല്ലതാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താലും കേൾക്കില്ല. മിസ്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മറ്റേതിന് കിട്ടൂല മിസ്. അതായത് സൺഫ്ലവറിന്റെ ഒരു വേറെ ടേസ്റ്റ് ആണ്. ഈ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആവും. ഓക്കെ, അവിടെ നിക്ക് ഞാൻ പറയട്ടെ. പക്ഷേ കുറച്ച് ഒരു 1 month മുമ്പ്, 1 മാസം മുമ്പ് വീട്ടില് ഹസ്ബൻഡിന്റെ അച്ഛന് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോ അവിടെ വെച്ച് മനസ്സിലായി സെമി ഹാർട്ട് അറ്റാക്ക് ആണ്, വെച്ചാൽ അറ്റാക്ക് ആണ് വന്നത്. ബ്ലോക്ക് ഉണ്ടായിരുന്നു, 3 ബ്ലോക്ക്. 3 ബ്ലോക്കും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. അത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോ ബ്ലോക്ക് മനസ്സിലായി. ആൻജിയോപ്ലാസ്റ്റി നേരെ ചെയ്തു. അത്ര എമർജൻസി ആയിരുന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ട്രീറ്റ്മെന്റ് ഓക്കെയാണ്. ഇപ്പൊ ആളിപ്പോ ഹെൽത്തി ഓക്കെയാണ്. ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് ഹെൽത്ത് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് അമ്മേനെ നല്ല രീതിയിൽ ഉപദേശിച്ചു. അച്ഛനൊരു കാരണവശാലും വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത ഒന്നും കൊടുക്കരുത്. കാരണം അച്ഛന് വേറെ ദുശീലങ്ങളൊന്നുമില്ല. വേറെ ദുശീലങ്ങളായിട്ടൊന്നും അച്ഛനില്ല. പക്ഷെ ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. എന്തിൽ നിന്നാണ് ആ ഒരു അസുഖം വരാനുണ്ടായ കാരണം? നമ്മുടെ ഫുഡാണ്. നമ്മുടെ ഫുഡിങ് ഹാബിറ്റിൽ നിന്നാണ് ആ ഒരു അസുഖം വന്നത്. അപ്പോ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക. പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വെളിച്ചെണ്ണ നേരിട്ട് നമ്മൾ കഴിക്കില്ലേ, അതിൽ കുറയ്ക്കാണ്ട് ഇപ്പൊ മീൻ നമ്മൾ റോസ്റ്റ് ചെയ്യൂലേ, റോസ്റ്റ് ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഈ ഓയിൽ മാറ്റാം. നല്ല ഓയിൽ വാങ്ങിച്ചിട്ട് വെളിച്ചെണ്ണ മാറ്റിയിട്ട് ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങാം. സോയാബീൻ്റെ ഓയിൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോടാ. എന്റെ മോളെ നഴ്സറിയില് ഇതേപോലെ പുതിയ ഫുഡിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓരിപ്പോ മറ്റേതെന്ന് പറഞ്ഞാല് ചെറുപയറും ചോറും കൂടിയിട്ടുള്ള കഞ്ഞി പോലെയല്ലേ ആക്കാറ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചോറ് വേറെ, കറി വേറെ, ഉപ്പേരി വേറെ, അങ്ങനെ ആയിട്ട് ഉണ്ടാക്കണം. ഓരോ ദിവസം ഇത്ര ഐറ്റംസ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പൊ അവിടുത്തെ ടീച്ചർ പറയും ആകെ 100-200 വെളിച്ചെണ്ണ തരും, എന്നിട്ട് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറയണതൊക്കെ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയണു. പക്ഷെ അവർക്ക് അറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. കാരണം വെളിച്ചെണ്ണയുടെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗം നമ്മൾ തന്നെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ കുക്ക് ചെയ്ത് സേഫ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഫുഡാണ് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ്. അത് നമ്മള് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കരുത്. ഹെൽത്തി ആണ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ പോയി. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് കുറയ്ക്കും. അതേപോലെ തന്നെ ഈ ചിപ്സ്, എണ്ണയിൽ പൊരിച്ച ഇതുണ്ടാവൂലേ, നമുക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഫാറ്റ്സ് നമുക്ക് നോക്കിയാലോ? ഫാറ്റ് ആണ് നമ്മൾ പറഞ്ഞോടാ. ഇവിടെ ഫസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതാണേ, കണ്ണൂരില്. അവിടെ കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാ. അപ്പൊ ഇവിടെ ഫുൾ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും.
മീൻ പൊരിക്കാനും എല്ലാത്തിനും വെളിച്ചെണ്ണയായിരുന്നു. ഇപ്പൊ ഞാൻ വന്ന പിന്നെ ഞാൻ അപ്പത്തോടെ എനിക്ക് ഈ വെളിച്ചെണ്ണയോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സൺഫ്ലവർ ഓയിലാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി കൊടുത്ത് അവർക്കത് ശീലം. ഇപ്പൊ അവർക്കും ഈ വെളിച്ചെണ്ണ വേണ്ടാതായി. അതുകൊണ്ട് ഇപ്പൊ എല്ലാം സൺഫ്ലവർ ഓയിൽ തന്നെയാ. നല്ല കാര്യമാണ്. ഞാൻ അതെ. മാക്സിമം എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ കേക്കില്ല, ഓയിൽ വേറെ ഓയിൽ. അതും ശരിയാണ്, പറഞ്ഞു കൊടുക്കുക. ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ക്ലാസ് ഒക്കെ എടുക്കുക. എന്തിനാണ് മിസ്സിന് ഇങ്ങനെ ക്ലാസ് എടുത്തത്? അപ്പൊ മിസ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓയിൽ വാങ്ങിച്ചാലോ? ഫുള്ളായിട്ട് വെളിച്ചെണ്ണ, അവരുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വയറ് വെക്കുമ്പോ കറക്റ്റ് ആയിട്ട് വെളിച്ചെണ്ണ ടേസ്റ്റ് കിട്ടുന്ന ചില ഫുഡ് ഉണ്ട്. അതിൽ മാറ്റാണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ ഫുഡുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റോസ്റ്റ് ചെയ്യുന്ന ഫുഡുകളിൽ മാറ്റാം. അപ്പൊ അത് അതിന്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ അഡ്ജസ്റ്റ് ആയി പോകും. പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് പറ്റും എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം കൊടുക്കേണ്ടത്. അതെ The മിസ്, fat- okay. The ശീലിച്ചു fat- കഴിഞ്ഞാൽ ശരിയാവും മിസ്. അങ്ങനെ Okay. The fat and oil consist of carbon, hydrogen, oxygen. Fat are two types. Saturated fats and unsaturated fats. Saturated fats increase the cholesterol content of the blood. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ശരിക്കും അൺഹെൽത്തി ആണെന്ന് പറഞ്ഞത്. ഇതെന്താണ്? കൊളസ്ട്രോൾ കണ്ടന്റ് കൂട്ടാനായിട്ട് കാരണമാകുന്നു. യൂഷ്വലി ദ ഫാറ്റ് ഡിറൈവ് ഫ്രം ദ പ്ലാന്റ്സ് ആർ അൺസാച്ചുറേറ്റഡ്. നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫാറ്റ്സ് അത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ആണ്. അതാണ് നല്ലത്. സൺഫ്ലവർ ഓയില്, ഒലിവ് ഓയില്, ദെൻ നമ്മള് സോയാബീന്റെ ഓയില്, അങ്ങനെ കുറെ ചില പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓയില് ഫാറ്റ്സ് അല്ലെങ്കിൽ ഓയില് മാറ്റുന്നുണ്ട്. അത് നല്ലതാണ്. ബട്ടർ, ഗീ, എഗ് യോക്ക്, മസ്റ്റാർഡ് ഓയിൽ, അതൊക്കെ നല്ല പൈസ ആട്ടോ. ഗ്രൗണ്ട് നട്ട്, മിൽക്ക്, ഫിഷ് എക്സെട്ര ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫാറ്റ്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാറ്റ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ബട്ടർ, ഗീ, എഗ് യോക്ക്, പിന്നെ ഗ്രൗണ്ട് നട്ട്, മിൽക്ക്, ഫിഷിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റിന്റെ കണ്ടന്റ് ഉണ്ട്. ക്ലിയർ ആണോ ഫാറ്റ്? ക്ലിയർ ആണ്. ഓക്കെ ക്ലിയർ ആണ് മാം. ഓക്കെ. അപ്പോ ഇനി നമ്മള് ഭക്ഷണം കഴിക്കില്ലേ? എല്ലാവരും ഉച്ചയ്ക്ക് എന്താ കഴിച്ചേ? വൻപയർ തോരൻ മിസ്, മോരുകറി. ചോറ്. ചീരക്കൂട്ടാൻ, വൻപയർ തോരൻ. രാവിലെ എന്താ മിസ് കേട്ടില്ല? മിസ് ആ, നെറ്റ് ഞാൻ ഇഷ്യൂ രാവിലെ ഉണ്ടെന്ന് തോന്നുന്നു ദോശ മിസ്. കഴിച്ചു. എന്താ കഴിച്ചത്? രാവിലെ ദോശ കഴിച്ചു മിസ്. പിന്നെ ഉച്ചക്ക് ചോറ്, മീൻകറി, ചീര ഉപ്പേരി, പിന്നെ മാങ്ങ അച്ചാറ്. മാങ്ങ ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിച്ചതാ. ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ ചോറിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് ഏതാണ്? നമ്മൾ പറയുന്ന റൈസിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് ഏതാണ്? കാർബോഹൈഡ്രേറ്റിന്റെ ഗ്ലൂക്കോസ് എന്നുള്ള ഫോം ആണ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ റൈസിലുള്ളത് അല്ലെ. കഴിക്കാത്തവരോട് നല്ല വഴക്കാണ് പറയേണ്ടത്. കാരണം ഫുഡ് കഴിക്കാതെ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. അനുമോളും അതെ, രമ്യും അതെ. എന്താ ഫുഡ് കഴിക്കാത്ത? കറക്റ്റ് ഫുഡ് കഴിച്ചോളാം. ഇല്ല മിസ്സേ, ക്ലാസ് കഴിഞ്ഞിട്ടാ കഴിക്കാറ്. 2:30 കഴിഞ്ഞിട്ടോ? ആ, ക്ലാസ് കഴിയാറായോ? സമയം കിട്ടിയില്ല മിസ്. ക്ലാസ് അയ്യോ, അങ്ങനെ മാറ്റി വെക്കരുത്. ടൈമിൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. ഐ തിങ്ക് സോ ഒരു 12 o'clock 12:30 ഫുഡ് കഴിച്ചിട്ട് 1 o'clock 1:30 വരെയും മിസ്സേ അതുകൊണ്ടല്ല, രാവിലെ കഴിക്കുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട്. ഒരു 9:30 ഒക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് അത് അത് തെറ്റ്. ഫസ്റ്റ് എന്താ തെറ്റ്? ബ്രേക്ക് ദ ഫാസ്റ്റ്. നമ്മള് രാത്രി നൈറ്റ് എന്തായാലും ഫാസ്റ്റ് എടുത്തിരിക്കാം. അത് ബ്രേക്ക് ചെയ്യേണ്ട സമയം 7 to 8 ആണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ദ ഫാസ്റ്റ് ചെയ്യുന്ന സമയം 7 to 8 ഫുഡ് കഴിക്കാം. ദെൻ 12 to 1 o'clock ലഞ്ച്. നൈറ്റ് ഒരു 7 to 8 ഡിന്നറും കൂടി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിക്കരുത്. ഡിന്നർ കറക്റ്റ് ആയിട്ടാണ് 8 മണിക്കുള്ളിൽ കഴിക്കും. ബട്ട് രാവിലത്തത് ഉച്ചയ്ക്കത് മാത്രം കുറച്ച് ലേറ്റ് ആവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഡിന്നർ മോനിപ്പോ നേരത്തെ കഴിക്കുന്നു പറയും. 8 മണിക്ക് കഴിച്ചു. പിന്നെ എത്ര മണിക്കൂറുണ്ട്? 9, 10, 11, 1, 2, 3, 4, 5, 6. എപ്പോഴാണ് കഴിക്കുന്നത്? 7, ഒരു 9-9:30 ആവും. 13. ഓക്കെ, 13
അവേഴ്സ് ഫാസ്റ്റ് എടുക്കുകയാണ്, 13 hours ഫാസ്റ്റ് എടുക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. ക്യാമറ എല്ലാവരും ഓഫ് ആയിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ ജയശ്രീ, നോക്കിട്ട് അതെ പറയാം. മിസ്, പെട്ടെന്ന് എന്തോ ഒരു ഓഫായി എല്ലാവരുടെയും. അപ്പൊ ഇല്ല, ഇത് കുറച്ച് നേരമായി ഓഫായിട്ട്, കുറച്ച് നേരമായി. അത് ക്യാമറ അതെ മിസ്, പറ്റുന്നില്ല. മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഓഫാണ് ക്യാമറ. അല്ല, കുറച്ചു നേരം ഉണ്ടായിരുന്നു മിസ്, പിന്നെ ഓഫ് ആയതാ. ആണോ? ഞാനിപ്പോ ശരിയാക്കിയിട്ടുണ്ട്, വരുമോന്നും അറിയില്ല കേട്ടോ. ഫോണായി. ഇപ്പൊ ശരിയായി മിസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആയിട്ട് കഴിക്കണം. 8 hours ബ്രേക്ക് എടുത്താൽ മതി, കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ വയസ്സായി വേഗം പ്രായാവും. അല്ലെന്ന് നമ്മളിത് ഫുഡ് സത്യമായിട്ടും നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മള് ഏജ് രാവിലെ 10 മണിയാവും മാം കഴിക്കാന്. രാവിലെ മിസ് ഇല്ല മിസ്, ഇടയ്ക്ക് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നട്ട്സിന്റെ ചെറുതായിട്ട് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ രാവിലെ തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയത് ഒരു 2 ഇഡ്ഡലി, നമ്മള് കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കുക്കിങ്ങിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടികളെ എല്ലാവരെയും പറഞ്ഞു വിടാനുള്ള തിരക്കിലായിരിക്കും. എല്ലാവരും ഹൗസ് വൈഫാണ്. നാളെ ഇനിയൊരു ദിവസം ഈ കുട്ടികളുടെ ഒപ്പം നമ്മളും റെഡിയായി ഫുഡും കഴിച്ച് എവിടെ പോകാനുള്ളതാണ്, സ്കൂളുകളിൽ പോകാനുള്ളവരാണ് നമ്മളെല്ലാവരും. അവർക്ക് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ശീലിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ മിസ്സാവും. കാരണം നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് നിന്നാലാണ് ക്ലാസ്സിൽ ചെന്ന് നല്ല എനർജിയോട് കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിശന്ന് ഇരിക്കുകയാണെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, എനിക്ക് വിശന്ന് എന്നെ കണ്ടുവിടാം. ഇങ്ങനെ ഫുഡ് കഴിക്കേണ്ട ഒരു ക്ലാസ്സിൽ ചെല്ലണമെങ്കിലും ചിലപ്പോൾ ദേഷ്യം തോന്നും. പാവം പിള്ളേര്, അവരോട് ദേഷ്യം തോന്നും നമുക്ക്. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യമാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഞാൻ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ ഗ്യാപ്പ് വന്നില്ലെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും, സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ചെറിയ സാലഡ്സോ കുക്കീസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഞാൻ കഴിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദേഷ്യം കുട്ടികളോട് കാണിക്കാൻ പാടില്ലല്ലോ. പിന്നെ എന്റെ വിശപ്പിന്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞത് ശരിയാണ് മിസ്. ഇവിടെ വിശന്നിരിക്കുന്ന ടൈം ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കെങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ എനിക്ക് എക്സാം എടുക്കുമ്പോൾ ഓവർ ഈറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്, കൂടുതലായിട്ട് കഴിക്കും. അപ്പം ടെൻഷന്റെ ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ ചോറ് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണോ? നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഡയറ്റ് നിങ്ങൾ വീട്ടിലെ ഡയറ്റ് നിങ്ങളാണ് കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ നമ്മുടെ ഡയറ്റില് ഒരു നേരം എന്തായാലും അരിഭക്ഷണം കൊടുത്തു, ഒരു നേരം നമ്മുടെ കുട്ടികൾക്കായാലും അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു നേരം അരിഭക്ഷണം അലോ ചെയ്യാം. അടുത്ത നേരം എന്ത് ചെയ്യാം, മറ്റെന്തെങ്കിലും ഫുഡ് നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ഞാൻ രാവിലെ കഴിച്ചത് എന്താണ്, വീറ്റ് കൊണ്ട് ചപ്പാത്തി ആയിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്. നൈറ്റ് ചിലപ്പോ മേ ബി ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വേറെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. ചോറായിരിക്കില്ല ചിലപ്പോ കഴിക്കുന്നത്. ഇത് അവോയ്ഡ് ചെയ്യണേട്ടോ, മാക്സിമം റൈസ് അവോയ്ഡ് ചെയ്യുന്നത്. കാരണം എനിക്കല്ല ഷുഗർ, വീട്ടിലെ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അടുത്ത്. ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. ആൾക്ക് ഒരുപാട് ഏജ് ഒന്നും ആയിട്ടില്ല, 33 years ആയിട്ടുള്ളൂ. ബട്ട് ഡയബറ്റിക് ആണ്. അപ്പോ ഞങ്ങള് ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ മെഡിസിൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ രീതി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഫുഡ്, ഡയറ്റും എക്സസൈസും കാര്യങ്ങളും കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആ ഒരു മെത്തേഡിലാണ് ഡയറ്റും കൊണ്ട് പോകുന്നത്. ഇപ്പൊ മെഡിസിൻ ഒരു കുറച്ച് നാളായിട്ട് ഇപ്പൊ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ കാർബോഹൈഡ്രേറ്റ് ചെറിയൊരു വില്ലനാണ്, ഡയബറ്റിക് വരാൻ കാരണമാകും. എന്നാലും നമ്മുടെ ബോഡിക്ക് എനർജിക്ക് വേണ്ടിയിട്ട് എന്ത് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, അല്ലെ? ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജിക്ക് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് കമ്പൽസറി ആയിട്ട് വേണം. കാർബോഹൈഡ്രേറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ് മെയിൻ ആയിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന 3 മെറ്റീരിയൽസ് ആയിട്ടാണ്. സ്റ്റഫി ഫുഡ്, ഷുഗർ, ഫ്രൂട്ട്സ് ആർ മെയിൻ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ റൈസ്, അതേപോലെ തന്നെ ഷുഗർ, നമ്മുടെ പഞ്ചസാരയില്, ജാഗരിയില് എല്ലാത്തിലും ഉണ്ട് ഈ കാർബോഹൈഡ്രേറ്റ്. പിന്നെ ഫ്രൂട്ട്സ് മെയിൻ ആയിട്ട് മാമ്പഴം, അതേപോലെ നല്ല നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, അതേപോലെ നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം, ഇതിലൊക്കെ നന്നായിട്ട് ഷുഗർ, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പിന്നെ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ടല്ലോ ഷുഗർ ഉള്ളവർക്ക്. അത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ടാണ്.
നമ്മൾ പറയില്ലേ മാമ്പഴം കഴിക്കാൻ പാടില്ല, ചക്ക കഴിക്കാൻ പാടില്ല, കപ്പ കഴിക്കാൻ പാടില്ല, കപ്പയില്ലേ കപ്പ, അത് കഴിക്കാൻ പാടില്ല. അതൊക്കെ എന്താണ് റിച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒരു നേരം ചോറ് കഴിച്ചില്ല, അതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് കഴിക്കാം? കപ്പ കഴിക്കാം, കൊള്ളില്ലേ അത് കഴിക്കാം. സെയിം എഫക്റ്റ്, സെയിം ഇൻഗ്രീഡിയന്റ് ആണ് ഇതിലുള്ളത്, ഈ കൊള്ളിലും ഉള്ളത്. നമ്മൾ ഈ ചോറില്ലേ പച്ചച്ചോറ് നമ്മൾ ജസ്റ്റ് വായിലിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചൂ ചെയ്യാം. ലാസ്റ്റ് നമുക്കൊരു മധുരപ്പ് തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചച്ചോറ് ഇങ്ങനെ ചൂ ചെയ്ത് ഒരു മധുരപ്പ് തോന്നും. ഈ കപ്പയില്ലേ കപ്പ, ഈ കപ്പയിലും നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു മധുരപ്പുണ്ട്. അതിൽ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. Carbohydrates are required for the body to preserve heat metabolism, to satisfy hunger, and to systematic glucose level in the blood. നമുക്ക് എനിക്ക് ആദ്യം ഫസ്റ്റ് ഒക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രാത്രി പ്രത്യേകിച്ച് നൈറ്റ് ചോറ് കഴിച്ചില്ലെങ്കിൽ തൃപ്തിയാവില്ല, ഫുഡ് കഴിക്കാത്ത പോലെ ഫീൽ ചെയ്യും, ഭയങ്കര വിശപ്പ് തോന്നും. അത് ഒരു ഫീലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കാത്ത പോലെ ഒരു ഫീൽ തോന്നും. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. കാരണം അത് രാത്രി എന്താണ് ഉറക്കം വരില്ല. അതന്നെ എന്റെ ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അത് ഒരു പരിധി വരെയും കുറച്ചിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു ഫുഡ് റൈസ് ഇപ്പൊ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെയുള്ള ഇതില് ഞാനിപ്പോ ചോറ് തന്നെ കഴിക്കുകയാണെങ്കിൽ ഹസ്ബൻഡിനും ചിലപ്പോ ചോറ് കഴിക്കണം അല്ലെങ്കിൽ റൈസ് കഴിക്കണം എന്നുള്ള ചിന്ത വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാലോ. സോ അതുകൊണ്ട് എനിക്കധികം ഒത്തിരി വിശപ്പൊന്നുമില്ല. പക്ഷെ ഷുഗർ ഡയബറ്റിക് ആയതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന് നല്ല വിശപ്പാണ്. കാരണം ഇപ്പൊ അവരുടെ ഒരു പ്രശ്നമാണ്, ഡയബറ്റിക് പേഷ്യൻസിന് അറിയാലോ, നല്ല വിശപ്പായിരിക്കും. അപ്പോ ഹങ്ങറിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിസം പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസ് ലെവൽ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഡയബറ്റിക് ആയി മാറുന്നത്. ഓക്കെ അല്ലേ? കാർബോഹൈഡ്രേറ്റ് ഏകദേശം മനസ്സിലായോ? ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ മിനറൽസ് ആണ് കേട്ടോ. മിനറൽസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് അറിയോ? കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ. അയഡിൻ കേട്ടിട്ടുണ്ടോ? ആർക്കൊക്കെ തൈറോയ്ഡ് ഉണ്ട് ഇവിടെ? നീ കേട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ആരെങ്കിലൊക്കെ എന്നെ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. എനിക്കുണ്ട് തൈറോയിഡ്. സോ അയഡിന്റെ കുറവ് കൊണ്ടാണ്, എന്നുവെച്ചാൽ ഒരു സോൾട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു അയഡിന്റെ കുറവ് കൊണ്ടാണ് തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. എനിക്ക് കുറെ നാളായിട്ടൊരു 30 ഇയേഴ്സ് ആയിരുന്ന സമയത്ത് മുതൽ തൈറോയിഡ് ഉള്ളതാണ്. അതിന് മെഡിസിൻസ് അന്ന് എടുത്തിരുന്നു. ഇപ്പൊ കൺട്രോൾ ആണ്. എന്താണെന്ന് അറിയില്ല, ഇപ്പൊ നോർമലാണ്. ഇപ്പൊ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ടൈമില് തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു അത് ഈ ഹോർമോണലില് ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. മേ ബി പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് അങ്ങനെയല്ല. എനിക്ക് 13 ഇയേഴ്സ് മുതൽ എന്താ പറയാ ഒരു 2 ഇയേഴ്സ് മുമ്പ് വരെ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. 2 ഇയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നേ എന്റെ വീട്ടിലെ അച്ഛന് എന്തുണ്ട്, പ്രഷർ ഉണ്ട്. സോ അച്ഛൻ സോൾട്ട്, ഉപ്പുള്ള ഒന്നും കഴിക്കില്ല. ഉപ്പുള്ള മീൻ, മത്സ്യം അങ്ങനെ ഒന്നും അച്ഛൻ കഴിക്കില്ല. കടലിലെ മത്സ്യം അങ്ങനത്തെ ഒന്നും വീട്ടിൽ വാങ്ങിക്കുന്നില്ല, കഴിക്കുന്നില്ല. അതേപോലെ വീട്ടിലെ ചോറിലധികം ഉപ്പൊന്നും ഇടൂല. അച്ഛന് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ ഉപ്പൊന്നും ഇടൂല. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന വീട്ടിൽ എന്ന് പറഞ്ഞാല് തിരിച്ച എല്ലാം കഴിക്കും.
കടലിലെ മീനും കാര്യങ്ങളൊക്കെ കഴിക്കും. ഇതേപോലെ ഉപ്പ് നന്നായിട്ട് ഭക്ഷണത്തിൽ മിക്ക ഭക്ഷണത്തിലും ഉപ്പ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ടേസ്റ്റ് ഉപ്പ് കൂടുതൽ വേണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ആ ഒരു ചേഞ്ച് വന്നല്ലോ, ഫുഡിങ് ഹാബിറ്റിന്റെ കാര്യത്തിൽ ചേഞ്ച് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി തൈറോയ്ഡ് ലെവൽ നോർമൽ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും കേട്ടോ. അത് പറഞ്ഞ അവിടെ ചെക്ക് ചെയ്യാതിരിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് 3 months കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യും. കാരണം നോർമൽ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രഗ്നൻസിയിൽ വരുന്ന തൈറോയ്ഡ് നോർമൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ വരുന്ന തൈറോയ്ഡ് ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊന്നും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തൈറോയ്ഡ് വരാതിരിക്കാൻ എന്താണ് ഗോയിറ്ററായിട്ട് എന്താണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഗോയിറ്റർ. ഗോയിറ്റർ ഉണ്ടായിരുന്നോ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തോ? കാരണം ശ്രദ്ധിച്ചോ കേട്ടോ. ജനറ്റിക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. മിസ് അതിന് സൊല്യൂഷൻ എന്താണ് ശരിക്കും ഇത് വരാതിരിക്കാൻ തൈറോയ്ഡ്? പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. പാരമ്പര്യമായിട്ട് വരുന്ന തൈറോയ്ഡ് നമുക്ക് ഒന്നുമില്ല, ഒരു സൊല്യൂഷനും ഇല്ല. നമ്മളെപ്പോഴാണ് നമ്മളുടെ എവിടെയാണ് നമ്മളെ DNA കൂടി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അല്ലാണ്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ടുവരുന്ന തൈറോയ്ഡ് നമുക്ക് പരിധി വരെയും കുറയ്ക്കാൻ പറ്റും. ഒരുപാട് സോൾട്ട് കഴിക്കാതിരിക്കും, ഒരുപാട് സോൾട്ട് കുറച്ച് കഴിക്കും. അതുപോലെ എല്ലാവരും മിനിമം ലെവലിൽ മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലത്തെ ഡെഫിഷ്യൻസി ഡിസീസ് ഒന്നും വരില്ല. Okay. Mineral salt are important for normal functioning of human body. Mineral salt നമ്മുടെ നോർമൽ ഫങ്ഷനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ്. It is required for growth and repair of tissues. നമ്മുടെ ഗ്രോത്തിനും റിപ്പയറിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ്. Some of the very important minerals are ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ആണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ. ഇതെല്ലാം നമുക്ക് വേണം. ഈ അയണിന്റെ ഡെഫിഷ്യൻസി കാരണം HP കുറവ് വരും. HPയില് ഹിമോഗ്ലോബിന്റെ കുറവ് വരും. ബ്ലഡ് കുറവാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അനീമിക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാൽസ്യം കുറവ് കാരണം നമുക്ക് എന്താ പറയാ, കാൽസ്യത്തിന്റെ കുറവ് കാരണം ടീത്തിന്റെയൊക്കെ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് വരും. ചെറിയ കുഞ്ഞി കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരും. കാൽസ്യത്തിന്റെ കുറവുകൊണ്ട് വരുന്നത്. അതെ, നിങ്ങൾക്ക് നമ്മളെ ഏജ് ആവുമ്പോൾ നമുക്ക് ബോൺസിന്റെ ഒക്കെ ഇവിടെ പെയിനും കാര്യങ്ങളും ഒക്കെ വരാനുള്ള കാൽസ്യത്തിന്റെ കുറവുകൊണ്ട് വരും. ഓക്കെ, ഇത് എന്തിലാണ് മെയിൻ ആയിട്ടുള്ളത് നോക്കാം. Their source are butter, milk, ghee, fish, egg, meat, liver, pineapple, groundnut, etc. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഫുഡിലുള്ള മെറ്റീരിയൽസ്. ഓക്കെ, ഇനിയാണ് വൈറ്റമിൻസ്. നമുക്ക് വൈറ്റമിൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ചില വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് സോളുബിൾ ആവുള്ളൂ. അപ്പോൾ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സോളുബിൾ വൈറ്റമിൻസും ഉണ്ട്. നമ്മളുടെ ബോഡിയുടെ വെൽബീങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് വൈറ്റമിൻസ്. രണ്ട് ടൈപ്പ് വൈറ്റമിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും വാട്ടർ സോളുബിൾ വൈറ്റമിൻസും. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ADEK. അത് നിങ്ങൾ PSC ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇല്ല, പഠിച്ചിട്ടില്ല. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആണ് ADEK. വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആണ് B and C. വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആണ് B and C. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. വൈറ്റമിൻസ് നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ്. They show in small quantity. Ma'am, water soluble vitamins ഏതൊക്കെയാ? B and C ഇടാം. Okay. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, they are shown in small quantity in various food items. Various food items ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് വൈറ്റമിൻസ് കാണാം. Vitamins are two types. Two types vitamins ഉണ്ട്. First one is fat soluble vitamins and water soluble vitamins. Second one is water soluble vitamins. Fat soluble vitamins ആണ് ഏത് ADEK എങ്കിൽ, and water soluble vitamins ആണ് B and C. എങ്ങനെയാണ് vitamins? Water soluble vitamins ആണ് ട്ടോ. വായിക്കാം. Vitamins are two types, fat soluble and water soluble vitamins. Fat soluble vitamins are ADEK. They are only found in fatty food and are absorbed only where there is a fat. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
ഫാറ്റ് കൂടിയാൽ ADP. ഫാറ്റ് കൂടിയാൽ നമുക്ക് കൊളസ്ട്രോൾ ആണ് വരാം. Vitamin B and C and other vitamins are water soluble vitamins. ബാക്കിയുള്ള vitamins water soluble vitamins ആണ്. അത് നമ്മൾ ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഈ വൈറ്റമിൻസ് നമ്മുടെ ബോഡി എടുക്കണമെന്നുണ്ടെങ്കിൽ, ബോഡിയിലേക്ക് അബ്സോർബ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാറ്റ് വേണം എന്നാണ് പറയുന്നത്. ഫാറ്റിന്റെ കണ്ടന്റ് വേണം. ഫാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫാറ്റ് വേണം. നമ്മളിപ്പോ എത്ര ഫുഡ് കഴിച്ചാലും ചെറിയൊരു ക്വാണ്ടിറ്റി എന്താ ഉള്ളൂ, വൈറ്റമിൻസ് ഉള്ളൂ. മനസ്സിലായോ? അതാണ് നമുക്ക് ബോഡിയിലേക്ക് അബ്സോർബ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫാറ്റ് വേണം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആവില്ലേ? കംപ്ലീറ്റ് ആവില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഓക്കെ. വേറെ ഏതെങ്കിലും മിസ്സുമാര് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണ മിസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ അപർണ മിസ് അത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ. ഈ വൈറ്റമിൻ കുറഞ്ഞാൽ നമുക്ക് മുട്ടുവേദന ഒക്കെ അനുഭവപ്പെടും അല്ലേ? വൈറ്റമിൻ കുറഞ്ഞാലോ? D3 കുറവാന്ന് പറഞ്ഞിട്ട് കാലിന് ഭയങ്കര വേദന. അപ്പൊ 3 ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തു ഡോക്ടർ. അത് വൈറ്റമിൻ സപ്ലിമെന്റ് എടുത്തിട്ടാ. നമ്മൾ കുഞ്ഞു കുട്ടികളില്ലേ, കുഞ്ഞു വാവന്മാര്, ചുടനുള്ള വാവന്മാര്, അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഇത് കൊടുക്കില്ലേ, ഡ്രോപ്പ് കൊടുക്കില്ലേ? അത് സൺലൈറ്റിൽ കിട്ടുന്ന വൈറ്റമിൻ ആണ്. തീരെ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ സപ്ലിമെന്റ് എടുക്കേണ്ടതായിട്ട് വരുന്നത്. എനിക്ക് ഒരുപാട് കുറവായിരുന്നു. ഇപ്പൊ 3 ഇഞ്ചക്ഷൻ ചെയ്ത്. എന്നിട്ട് എന്താ പറഞ്ഞത്? അന്നേരം കുറച്ച് കുറവുണ്ടേനി. ഇപ്പോഴും കാലിന് വേദന തന്നെ. എനിക്കും കുറവാണ്. ഒരുപാട് കുറവാണ്. എന്റെ ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോ 13 ആയിരുന്നു. പിന്നെ അപ്പം വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുത്തു. അപ്പൊ പിന്നെ 23 അടുത്തെത്തി. പിന്നീട് ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്തില്ല, അതാ അറിയാത്തത്. അത് നോക്കിട്ടാ. എന്നിട്ട് സപ്ലിമെന്റ് കണ്ടിന്യൂ ചെയ്തു. കാരണം വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊക്കെ ഓക്കെ. വാട്ടർ സോലബിൾ വിറ്റാമിൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞു. അപ്പൊ അത് വെള്ളാംശം അടങ്ങിയ ഇതാണോ ഉദ്ദേശിക്കുന്നത്? വാട്ടറിൽ അത് സോളബിൾ ആണ്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ബി ആൻഡ് സി സോളബിൾ ആണ്. വാട്ടർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ADP എന്തെങ്കിലും അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോ ഏകദേശം ഈ ഒരു പോർഷൻ മനസ്സിലായോ? മനസ്സിലായി മിസ്. ഫ്രെയിംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. അത് പോർഷൻ തീരാനുണ്ട്, ടൈം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് സോറി. അറിയാൻ നല്ല എഫേർട്ട് ഒക്കെ എടുത്ത് പാവം കുട്ടികൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ മിസ്, ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കാണിക്കാൻ. ഓക്കെ. നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ ഞാൻ 2 ക്ലാസ്സസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു ക്ലാസ്സിൽ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഓക്കെ മിസ്, ഞാൻ അത് 2 ഫ്രെയിമേ ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല. ബാക്കിയുള്ളതും കൂടി ചെയ്ത് 1 വീക്ക് ഉണ്ടല്ലോ. ബാക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ചെയ്യാത്തത്. ഒന്നാമത് കാരിങ് ആണ്. 9 months ആയി. അപ്പൊ പുറത്തിറങ്ങി പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല. നിർബന്ധിക്കൂല കേട്ടോ. മിസ്സിനെ വേഗം കാണിച്ചു തരാൻ വേണ്ടിട്ട് എല്ലാരും നിരത്തി വെച്ചിട്ടുണ്ടാവും ഇപ്പൊ താഴത്ത്. മിസ് സാൻഡ് പേപ്പർ കിട്ടിട്ടോ? മിസ് സാൻഡ് പേപ്പർ കിട്ടി. അതായത് മിസ് പറഞ്ഞില്ലേ പലതരത്തിലെ സാൻഡ് പേപ്പർ ഒരേ കളറ്. അപ്പൊ 5 തരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ഇതായിട്ട് ചെയ്തതാ, ടാബ് പോലെ. മിക്കവാറും ചെയ്തിട്ടുണ്ട് മിസ്. മിസ് അതെല്ലാരും കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. മിസ് അതെല്ലാരും ചെയ്യണം നിർബന്ധമുണ്ടോ സാൻഡ് പേപ്പറിന്റെ? സാൻഡ് പേപ്പർ എല്ലാവരും ചെയ്യണമെന്ന് ഉണ്ട്. മിസ്സേ ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തവര് കാണിച്ചോട്ടെ അങ്ങനെയാണെങ്കില്? ഒന്ന് കാണിച്ചോ. ഓക്കെ, ഒരു മിനിറ്റ്. മിസ്സേ കാണുന്നുണ്ടോ? ഇത് നമ്മുടെ സാൻഡ് പേപ്പർ കാണാൻ പറ്റുന്നുണ്ട്. ലുതിയ 3 പേരെ കണ്ടു. ജയശ്രീ, ശരണ്യ, ലുതിയ. അവരെ 3 പേരെ കണ്ടു കേട്ടോ. ഇതാണ് കേട്ടോ മിസ്സേ, നമ്മുടെ ആ ബുക്കാണേ, നമ്മുടെ
ഇത് വാങ്ങിച്ചേണോ അനുമോളുടെ? അനുമോള് വാങ്ങിച്ചേണോ? അല്ല, ഞാൻ തന്നെ ചെയ്തതാ മിസ്സേ. ഈ മെറ്റീരിയലേ ഇങ്ങനെ ഞാൻ ഒരു ഇത് കാർഡ്ബോർഡില് സിബ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട്, ഇത് ടർക്കിയുടെ കഷ്ണം, ഇത് വെള്ള കളറ്. ഇത് ചാർട്ട് പേപ്പറിന്റെ കഷ്ണം. കണ്ടു നന്നായിട്ടുണ്ട്. ഇത് ബട്ടണ്, പിന്നെ ഇത് മറ്റേ വെൽക്രോ. ഓക്കേടാ, സെറ്റ് ആണ്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് കാണുന്നുണ്ടോ? രശ്മിയുടെ കാണാൻ പറ്റുന്നുണ്ട്. കാർഡ്ബോർഡ് ആണല്ലേ? കാർഡ്ബോർഡ് ചെയ്താ മിസ്സേ. ഓക്കേടാ, സാൻഡ് പേപ്പറിന്റെ കണ്ടു. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് കാണിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കാണിച്ചോട്ടാ. അവരെ കാണിച്ചതിന് ശേഷം, അവര് പ്രസന്റ് ചെയ്തതിനു ശേഷം നിങ്ങളും കൂടി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഹാരിയപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുന്നുള്ളൂ. കാർഡ്ബോർഡിൽ ചെയ്തിരിക്കണം. ഓക്കെ, കണ്ടുന്നുള്ളൂ. പക്ഷെ ഒന്നും കൂടി കാണുന്നുണ്ട്. എനിക്ക് ഇതൊന്ന് എല്ലാരും ഒന്ന് നോക്കി കാണാം. ഇപ്പൊ അനുമോളിൽ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കണ്ടിട്ട്. നല്ല അട്രാക്റ്റീവ് കളറും കാര്യങ്ങളും നല്ല ഐഡിയ ഒക്കെ ഉണ്ട്. ഓരോരുത്തരെ കാണുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനത്തെ ഐഡിയാസിൽ നമുക്ക് ചെയ്യാലോ. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത്. നമ്മൾ ചോദിച്ചും പറഞ്ഞൊക്കെ ചെയ്യാം, ഹെൽപ്പ് ഒക്കെ ചെയ്യാം എല്ലാവരെയും. നമ്മൾ മാത്രം ചെയ്താൽ പോരാ. നല്ല കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് മിസ്. അതെ, കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം മിസ്. ഡിസംബറിൽ എക്സാം ആയതുകൊണ്ട് പോർഷൻസ് എടുത്ത് തീർക്കണം എന്നുള്ളത് അറിയാം. ഓക്കെ, ഡിസംബർ ജനുവരി ഒക്കെ ആയിരിക്കും എക്സാം വരാം. ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ ചാപ്റ്റർ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കും കേട്ടോ. ഓക്കെ. Today's class was a continuation of the chapter Food, Nutrition and Balanced Diet. Teacher taught about the classification of foods. They are energy suppliers, bodybuilders, and protective foods, and also constituents of food. It was very interesting and understanding. Thank you, Miss. Sign out by Ansumol. Thank you, Miss. Thank you all. Thank you, Ansu. Thank you all.